ഇയാൾ ഓട്ടോ ഓടാൻ വിളിച്ച സമ്മതിച്ച്. അപ്പൊ ഈ 2 കിലോമീറ്റർ നിങ്ങൾ 60 മേടിക്കും. 60 രൂപയാണ്. 2 കിലോമീറ്റർ ഓടി വന്നാൽ 60 രൂപയാണ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതായത് 30 രൂപയാണ് മിനിമം ചാർജ്. മിനിമം ചാർജ് 30 രൂപ. രണ്ടാമത്തെ കിലോമീറ്റർ 30 മേടിക്കും. ഇതുവരെ അതാണ്. അപ്പൊ ഈ എഴുതി വെച്ചേക്കുന്ന നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ചുട്ടു കൊടുക്കും ഞാൻ. ഇയാളെ ഫോട്ടോ എടുക്കുക, ഇയാൾ കൊണ്ട് കൊടുക്കുക. ഇയാളെ പൈസ സമയം ഈ മീറ്റർ എന്താ വർക്ക് ചെയ്യാത്ത? ഇയാളെ പൈസ സമയം ഈ മീറ്റർ എന്താ വർക്ക് ചെയ്യാത്ത? മീറ്റർ വർക്ക് ചെയ്താൽ മീറ്റർ വർക്ക് ചെയ്യുന്നില്ലെന്ന് ഇയാളെന്തിനാണ് ഇതൊക്കെ അറിയുന്നത്? പിന്നെ ഞാൻ ഈ ഓട്ടോ കയറുമ്പോൾ ഞാൻ അറിയണ്ടേ? ഇത് എനിക്ക് വേണ്ടി വെച്ചേക്കുന്ന, നിങ്ങൾക്ക് വേണ്ടിയല്ലേ? ഇത് എനിക്ക് വേണ്ടി വെച്ചേക്കുന്നത്. അവിടെ വെച്ച് പറയാൻ മീറ്റർ ഇടാൻ പറയാൻ തന്നെ അവിടെ വെച്ച് അതെന്താ പറയുന്നത്? ആള് അങ്ങനെയൊന്നുമില്ല. ഇയാൾ അവിടെ വെച്ച് പറയണോ? സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. അതെന്തിനാ പറയുന്നതിനാ? ഞാൻ പറയുന്നുണ്ട് ഇയാൾ അവിടെ വെച്ച് പറയണമായിരുന്നു എനിക്ക് മീറ്റർ ഇട്ടോണമെന്ന് പറയണോ? അതെന്തിനാ പറയുന്നത്? ആ പറഞ്ഞ നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചത് ഓട്ടോ ആണോന്ന് ഇത് പറഞ്ഞു. അപ്പൊ ഓട്ടോ ആണെ കാര്യമല്ലെങ്കിൽ ആ മീറ്റർ ഉണ്ട്. ഓട്ടോ ആണെ കാര്യമല്ലെങ്കിൽ ആ മീറ്റർ ഉണ്ട്. ഞാൻ താനത് എവിടെ പോകുന്നു? എന്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞ കാര്യമല്ല, ഓട്ടോ ആണ്. ഞാൻ ഓട്ടോ ആണ് ഓടിക്കൂ. എന്റെ മോശം ഇയാൾ സമയം കളയാൻ കാശ് എനിക്ക് പോകണം. ഇയാൾ കാശ് ഇയാൾ കൊണ്ട് നാട്ടിലേക്ക് പരാതി കൊടുക്കും. കുഴപ്പമൊന്നും ഇയാൾ കാര്യം എനിക്ക് പോകണം. ഇതൊരു നടക്ക് പോണ മാതിരില്ല. കാര്യം പറഞ്ഞാൽ അങ്ങനെ തരാൻ പറ്റൂ. പോയി പറഞ്ഞാൽ മതി. ഓടുന്നതിനല്ലേ തരാൻ പറ്റൂ. ഏതായാലും സല്യൂട്ട് ചെയ്യല്ലേ. A few moments later. ஆசை புன்னகை மூஞ்சையில் மூஞ்சி 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 மூஞ்சியில் என்ன கூறலோ இன்ப கூறலோ சின்ன கூறலோ പരാതിയായിട്ട് വന്നിരിക്കുവോ? നടപടി എടുക്കാൻ പോവാ കേട്ടോ. എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. നമ്മൾ തോന്നുന്നോലൊന്നും പരിപാടി നടക്കത്തില്ല. ഒരു മിനിമം ചാർജ് ഉണ്ടെങ്കിൽ അതേ മേടിക്കാൻ പറ്റുള്ളൂ. മിനിമം ചാർജ് 30 രൂപ, പിന്നെ ഓരോ കിലോമീറ്റർ 15 രൂപ. മിനിമം ചാർജ് 30 രൂപ, പിന്നെ ഓരോ കിലോമീറ്റർ 15 രൂപ. പിന്നെ മീറ്റർ ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. സവാരി തുടങ്ങുന്നതിന് മുമ്പ് മീറ്റർ ഓൺ ആക്കുക എന്നുള്ളത്. ഏതാ ആ സ്ഥലത്ത് ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്കറിയാം എത്ര രൂപ മേടിക്കുന്നതാണ്. ചിലപ്പോ ഞാൻ പറയുന്നതിനാ ഇത് ചേട്ടൻ സംസാരിച്ച രീതി റോങ്ങാ. ആദ്യമേ സംസാരിച്ച രീതി റോങ്ങാ. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കറക്റ്റ്. മീറ്റർ ഇടാത്ത ചോദിച്ചപ്പോഴും ചേട്ടൻ റോങ്ങാണ് സംസാരിച്ചത്. ശരിയാണ്, സത്യം. അവർ വന്ന് കയറുന്നു, ഞങ്ങൾ കറക്റ്റ് കാശ് ഞങ്ങൾ മേടിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ആരെങ്കിലും ചേട്ടനോട് നിൽക്കേണ്ടി വന്ന കറക്റ്റ് കാശ് ചോദിക്കാനായിട്ടാ. കറക്റ്റ് കാശിന്റെ ഒരിക്കാത്തതാണ് ചേട്ടനിപ്പോ ഇവിടെ നിൽക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇവിടെ നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു. ഞാനത് ചേട്ടൻ്റെ അടുത്ത് കുറെ തവണ പറഞ്ഞു. ചേട്ടന് പക്ഷെ മനസ്സിലായില്ല. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായോ ഇപ്പൊ കാര്യം? മനസ്സിലായി.